ദൈവവചനത്തിൻ്റെ പ്രബോധനങ്ങൾ ഏറ്റെടുത്ത് ഒരുവൻ ദൈവഭക്തിയോടെ ജീവിക്കണമെന്ന് ദൈവം എപ്പോഴും തൻ്റെ ഭക്തന്മാരെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് അതിനനുസാരമായി ജീവിക്കുക എന്നതാണ് ഓരോ ദൈവഭക്തൻ്റെയും പ്രായോഗിക ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അതെ, ജീവിതത്തിലൊരു രൂപാന്തരം നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നാം ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. അപ്രകാരം നാം ദൈവസന്നിധിയിൽ ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ജീവിക്കുവാൻ ഇടവന്നാൽ, ദൈവവചനം സങ്കീർത്തനം 1-2-3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതെ, പിന്നെയും യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുകയാണ്: ഒരുവൻ ദൈവിക ന്യായപ്രമാണവും ദൈവിക കൽപ്പനയും അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടി ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതെ, ദൈവം യഥാർത്ഥമായി തൻ്റെ ഭക്തന്മാർക്ക് ശക്തമായൊരു വാഗ്ദത്തം നൽകുകയാണ്: ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. മാത്രമല്ല, നീ സംസാരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നോട് കൂടെ ഇരുന്ന് നിനക്ക് വേണ്ടി മാറ്റം വരുത്തി തരുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. പിന്നെയും യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം: ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് ഒക്കെയും പ്രമാണിച്ച് നടക്കുകയാണെങ്കിൽ രാവും പകലും അത് ജീവിതത്തിൽ ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് നാം മുൻപോട്ട് പോകയാൽ നമ്മുടെ പ്രവൃത്തികളൊക്കെയും സാധിക്കും. എവിടെയെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ സാധ്യമാകാതെ നാം കഷ്ടപ്പെടുന്നവരെ പോലെ, തകരുന്നവരെ പോലെ, പരാജയപ്പെടുന്നവരെ പോലെ ജീവിതത്തിലാകുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ വിട്ടൊഴിയാതെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി സമർപ്പിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.